കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്താണ്? എന്താണ് കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് നോക്കാം കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്താണ് എന്നുള്ളത്. ബഡ്ജറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു കാണും. ബഡ്ജറ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് പ്രധാനമായിട്ടും രാജ്യത്തിൻ്റെ ഇൻകം കൃത്യമായിട്ട് എന്തിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന, രാജ്യത്തിൻ്റെ വരുമാനവും ചെലവുകളൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു രേഖയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഉപഭോക്താവിൻ്റെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി ചെലവഴിക്കാൻ അദ്ദേഹത്തിൻ്റെ കൈവശം ലഭ്യമായിട്ടുള്ള വരുമാനത്തെ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് 1000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1000 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനമാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ വരുമാനമാണ്, വൈ ആണ്. സോ ദാറ്റ് ഈ വൈ എന്ന് പറയുന്ന അയാൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും? ഹി യൂസ് ദിസ് വൈ ഫോർ കൺസംഷൻ ആൻഡ് ഓൾസോ ഫോർ ദ സേവിങ്. അയാളെ കൺസ്യൂം ചെയ്യാനും സേവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അയാളുടെ ഇൻകം ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? ഹി യൂസസ് ഹിസ് ഇൻകം ഫോർ കൺസംഷൻ ആൻഡ് സേവിങ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് ഒരാളുടെ വരുമാനം മുഴുവൻ കൺസ്യൂമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാളുടെ വരുമാനം മൊത്തം എന്ത് ചെയ്യും? അയാൾ ഗുഡ് 1 വാങ്ങിക്കാനും ഗുഡ് 2 വാങ്ങിക്കാനും വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള പൈസ, അതാണ് അയാളുടെ വരുമാനം. ഉപഭോക്താവിന് കിട്ടുന്ന പൈസ, അതാണ് അയാളുടെ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വ്യക്തിക്ക് വരുമാനമുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് 1000 രൂപ വരുമാനമുണ്ട്. ഈ 1000 രൂപ കൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ലിസ്റ്റ്, എനിക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പറ്റും, ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റും, അതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ പെന്ന് വാങ്ങിക്കാൻ പറ്റും, അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ബിരിയാണി വാങ്ങിക്കാൻ പറ്റും, മന്തി കഴിക്കാൻ പറ്റും. അങ്ങനെ എനിക്കിഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ലൈക്ക് എനിക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന സാധനങ്ങളെ മൊത്തമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ് വാങ്ങിക്കുക അല്ലേ? അല്ലാണ്ട് ഈ 1000 രൂപയ്ക്ക് എനിക്ക് ഈ ലോകം മൊത്തം വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി അയാളുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപഭോക്താവിന് വാങ്ങുവാൻ കഴിയുന്ന ഉപഭോഗ ബണ്ടിലുകളെ മൊത്തമായിട്ട് നമ്മളൊരു പേര് വിളിക്കും. അതാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ബഡ്ജറ്റ് സെറ്റ്? നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപഭോക്താവിന് വാങ്ങുവാൻ കഴിയുന്ന ഉപഭോഗ ബണ്ടിലുകളുടെ സെറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബഡ്ജറ്റ് സെറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ബഡ്ജറ്റ് സെറ്റിൽ ഉപഭോക്താക്കൾ അവരുടെ ഉപഭോക്തൃ പെരുമാറ്റം ഓരോ വ്യക്തിയുടെയും ബഡ്ജറ്റ് കൺസ്ട്രെയിനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? ഉപഭോക്താക്കൾ പെരുമാറുന്നത് എങ്ങനെയാണ്? കയ്യിലുള്ള പൈസയുടെ അളവിനനുസരിച്ചിട്ടല്ലേ? അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റുമോ? സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബഡ്ജറ്റ്, ഓരോ വ്യക്തിയുടെയും ബഡ്ജറ്റിനനുസരിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഇക്വേഷൻ ഞാനിവിടെ ഒന്ന് എഴുതാം. P1H1 + P2H2 = M. ഇവിടെ നോക്കിയേ, ഇവിടെ P1 എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമുക്കിവിടെ 2 സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ്? H1ഉം H2ഉം 2 സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ്? ഗുഡ് 1ഉം ഗുഡ് 2. അതാണ് നമ്മൾ H1 ഗുഡ് 1, H2 ഗുഡ് 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. P1 എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? പ്രൈസ് ഓഫ് ദ ഗുഡ് 1 ആണ്. P1 എന്താ? പ്രൈസ് ഓഫ് ദ ഗുഡ് 1 ആണ്. അപ്പോൾ P2 എന്താടാ? P2 എന്താണ്? പ്രൈസ് ഓഫ് ദ ഗുഡ് 2 ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഓൺലി 2 ഗുഡ്സ്. ഓക്കെ,
ഈ 2 ഗുഡ്സിന് അതിനൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരാൾ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ വാങ്ങിക്കാൻ പറ്റുന്ന സാധനത്തിൻ്റെ അളവ് അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? വിച്ച് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഈക്വൽ ടു എം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, വരുമാനത്തോട് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ വാങ്ങിക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ വരുമാനത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടോടാ നമ്മുടെ കയ്യിൽ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ്, ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാമിന് ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ, ഇപ്പോൾ P1 സാധനം 1ൻ്റെ വില 5 രൂപ, P2 സാധനം 2ൻ്റെ വില 2 രൂപ. അപ്പോൾ കൺസ്ട്രക്ട് എ ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് വരികയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? P1 5H1 പ്ലസ് P2 2H2 ഈക്വൽ ടു ഓർ ലെസ് ദാൻ എത്രയാണ്? ഇവിടെ വരുമാനം തന്നിട്ടുണ്ട് 100 രൂപ. അപ്പോൾ 100 എന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എഴുതുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? P1 എന്ന് പറയുന്നത് 3 രൂപയാണ്, P2 എന്ന് പറയുന്നത് 5 രൂപയാണ്, M എന്ന് പറയുന്നത് 30 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എഴുതുക? എങ്ങനെയാ? 3H1 പ്ലസ് 5H2 ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 30 എന്നാണ് എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എഴുതേണ്ടത്. കേട്ടോ, ഈ രീതിയിലാണ് നമ്മൾ ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, P1H1 പ്ലസ് P2H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന് ചോദിക്കില്ല. P1 എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇങ്ങനെ പഠിക്കണം കേട്ടോ. P2 പ്രൈസ് ഓഫ് ഗുഡ് ടു. H1 എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ. അപ്പോൾ H2 H2 ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് അറിഞ്ഞിരിക്കണം. M എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു പേപ്പറും പേന എടുത്തിട്ട് നമുക്കൊന്ന് ഒരു ബജറ്റ് കൺസ്ട്രെയിൻഡ് എഴുതി നോക്കാം. P1 ഈക്വൽ ടു എത്രയാണ്? 5. P2 ഈക്വൽ ടു എത്ര വരണം? P2വും 5ആണ്. M എന്ന് പറഞ്ഞു വെച്ചാൽ എത്രയാണ്? 20ആണ്. അപ്പോൾ ഇയാളുടെ ബജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ നമുക്ക് എഴുതാം. 5H1 പ്ലസ് 5H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 20 M. അങ്ങനെ നമ്മൾ എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ക്വാണ്ടിറ്റീസും കൂടെ ഒന്ന് എഴുതി നോക്കാം അല്ലേ? ഇവർക്ക് വേണമെങ്കിൽ ഒന്നും വാങ്ങാതിരിക്കാം. 20 രൂപ സ്വന്തം പോക്കറ്റിൽ തന്നെ ഇടാം. അല്ലെങ്കിൽ ഗുഡ് ടു ഒരു ക്വാണ്ടിറ്റി വാങ്ങാം. അപ്പോൾ അയാളുടെ എത്ര രൂപ ചിലവാകത്തുള്ളൂ? 5 രൂപ മാത്രമേ ചിലവാകത്തുള്ളൂ. വേണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഗുഡ് ടു മാത്രം 2 ക്വാണ്ടിറ്റി വാങ്ങാം, 10 രൂപ ചിലവാവാം. ഗുഡ് ടു മാത്രം 3 ക്വാണ്ടിറ്റി വാങ്ങാം. ഗുഡ് ടു മാത്രം 4 ക്വാണ്ടിറ്റി വാങ്ങാം. ഈ 0.4 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ ഇയാൾ ഗുഡ് ടു 4 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്. അറ്റ് ദ സെയിം ടൈം ഇയാളുടെ ഇൻകം മൊത്തമായിട്ട് എന്ത് ചെയ്തു? ചിലവായിപ്പോയി അല്ലേ? ഇതേപോലെ തന്നെ ഗുഡ് വൺ മാത്രം ഒരു ക്വാണ്ടിറ്റി വാങ്ങാം. ഗുഡ് വൺ മാത്രം 2 ക്വാണ്ടിറ്റി വാങ്ങാം. ഗുഡ് വൺ മാത്രം 3 ക്വാണ്ടിറ്റി വാങ്ങാം. ഗുഡ് വൺ മാത്രം 4 ക്വാണ്ടിറ്റി വാങ്ങാം. ഇതിനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇതല്ലാതെ വേറെ ഏതൊക്കെ സാഹചര്യമാണ് ഉള്ളത്? ഗുഡ് ടു 2 ക്വാണ്ടിറ്റിയും ഗുഡ് വൺ 2 ക്വാണ്ടിറ്റിയും വാങ്ങാം. ഗുഡ് വണ്ണും ഗുഡ് ടു 2 ക്വാണ്ടിറ്റി വീതം വാങ്ങാം. വേണമെങ്കിൽ ഗുഡ് വണ്ണ് 3 ക്വാണ്ടിറ്റിയും ഗുഡ് ടു ഒരു ക്വാണ്ടിറ്റിയും വാങ്ങാതിരിക്കാം. അല്ലെങ്കിൽ ഗുഡ് വൺ 3 ക്വാണ്ടിറ്റിയും ഗുഡ് വൺ 1 ക്വാണ്ടിറ്റിയും വാങ്ങാം. അതല്ലെങ്കിൽ 4, 0 ഈ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ കൺസ്യൂമറിൻ്റെയും തീരുമാനം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? നിർബന്ധമായിട്ടും എക്സാമിന് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്നാണ് ബഡ്ജറ്റ് ലൈൻ. ഒരു ഉപഭോക്താവിന്
തൻ്റെ വരുമാനം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ബജറ്റ് ലൈനിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണേ. ഒരു ഉപഭോക്താവിന് തൻ്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയെ ബജറ്റ് ലൈൻ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബജറ്റ് ലൈനിൽ ഇക്വേഷൻ വരും P1H1 പ്ലസ് P2H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഈ ഇക്വേഷൻ ഇവിടെ വരും. ഓക്കെ, ഒരു ഉപഭോക്താവ് എന്താ ചെയ്യുന്നത്? അയാളുടെ വരുമാനം മൊത്തം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രേഖ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഇതിനൊരു ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? M/P1 ആണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷനോ M/P2 ആണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ എന്താണ് ബജറ്റ് ലൈൻ നമുക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ബജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഇൻകം തന്നിരിക്കുന്നത് എത്രയാണ്? 60 രൂപ. അയാളുടെ സാധനം ഒന്നിൻ്റെ P1ൻ്റെ വില എത്രയാണ്? 5 രൂപ. P2ൻ്റെ വില എത്രയാണ്? P2ൻ്റെ വില എത്രയാണ്? ഒരു 6 രൂപയാണെന്ന് വിചാരിക്കുക. P2ൻ്റെ വില എത്രയാണ്? 6 രൂപ. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞത് തിരിഞ്ഞുപോയി അല്ലേ. H1ൻ്റെ വില 5 രൂപ, H2ൻ്റെ വില എത്രയാണ്? 6 രൂപ. അങ്ങനെയാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ബജറ്റ് ലൈൻ വരയ്ക്കണം. ബജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ സെറ്റ് ചെയ്യണം. ഇക്വേഷൻ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 5H1 പ്ലസ് 6H2 ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എത്ര വരും? 60. സോറി, ലെസ് ദാൻ 60 എന്ന് വരും. 5H1 പ്ലസ് 6H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ നമുക്ക് എന്തറിയണം? ബജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തറിയണം? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കാണണം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? M/P1 ആണ്. M എത്രയാണ്? 60. P1 എത്രയാണ്? 5. P1 എത്രയാണ്? 5. അപ്പോൾ M/P1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കിയേ, അപ്പോൾ എത്ര വരും? നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 12 എന്ന് കിട്ടും. ഒന്ന് ഹരിച്ചു നോക്കുക. 60നെ 5 കൊണ്ട് ഹരിക്കുക. ഹരിക്കാൻ അറിയാത്തവർ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. അതുകൊണ്ട് പരീക്ഷ ഹാളിലേക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകണം. ഓക്കെ, അടുത്തത് നോക്കിയേ, M/P2. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ M/P2 കാണണം. 60 ഡിവൈഡഡ് ബൈ 6. P2 എത്രയാണ്? 6 അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 10 എന്ന് കിട്ടുക. അപ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 10ഉം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 12ഉമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പമല്ലേ? ഇതിലത്ര എളുപ്പമായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. ഗ്രാഫ് വരയ്ക്കുന്നത് അത്ര എളുപ്പമായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, സാർക്ക് തോന്നാറില്ല. എന്നാൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതിൽ വേറൊരു ഫീച്ചർ ഉണ്ടടാ. നമുക്ക് ആ ഫീച്ചർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം. ആ ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കി നോക്കാം. ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റായികയൊന്നുമില്ല, പക്ഷെ സ്ക്രീന് കുറച്ചും കൂടെ വലുതാവണം. ഓക്കെ, നമുക്ക് കൈകൊണ്ട് തന്നെ വരയ്ക്കാതെ നല്ലത്. കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വരയ്ക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, M എത്രയാടാ? 60. P1 എത്ര കിട്ടിയത്?
P1 എന്ന് പറഞ്ഞു വെച്ചാൽ എത്രയാണ് 5, P2 എന്ന് പറഞ്ഞു വെച്ചാൽ എത്രയാണ് 6. നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്ര കിട്ടിയത് 12 ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് അല്ലേ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ് 10 കിട്ടിയത്. അതിനനുസരിച്ചിട്ട് ഒരു രേഖ വരയ്ക്കുക എക്സും വൈയും ഒക്കെ എടുത്തിട്ട്. എക്സും വൈയും ഒക്കെ എടുത്തിട്ട് നമുക്കൊരു രേഖ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ അകലം എടുത്തിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഓരോ സെൻറ്റിമീറ്റർ അകലം 2, 4, 6, 8, 10, 12. ഞാൻ 2ൻ്റെ വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് വേണമെങ്കിൽ വെക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, അളക്കാം കേട്ടോ. നോക്കിയേ, എക്സും വൈയും ഒക്കെ രേഖപ്പെടുത്തുക. നമുക്ക് ബജറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്ര കിട്ടിയത് M/P1 കിട്ടിയത് അല്ലേ. M/P1 എത്രയാണ് 60. അപ്പോൾ ഇവിടെ എഴുതി M/P1 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയതാണ് 12 കിട്ടിയത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 12 കിട്ടിയത്. അപ്പോൾ 12ൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. 12ൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയത്. സോ ഇവിടെ എഴുതി വയ്ക്കുക M/P1. M എത്രയാണ് 60 ഹരിക്കണം 5. എത്ര കിട്ടിയത് 12 എന്ന് എഴുതി വയ്ക്കുക. അടുത്തത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര കിട്ടിയത് 10 കിട്ടിയത്. ഇവിടെ എഴുതി വയ്ക്കുക 10. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൂട്ടിമുട്ടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബജറ്റ് ലൈൻ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. M/P2. M എത്രയാണ് 60 ഡിവൈഡഡ് ബൈ P2 എത്രയാണ് P2 6 ഈക്വൽ ടു എത്രയാണ് 10. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭംഗിക്ക് ഇവിടെ ഇക്വേഷനൊക്കെ എഴുതാം. P1 H1 പ്ലസ് P2 H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇനി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇക്വേഷനല്ലേ എത്ര വരിക, ഇക്വേഷൻ എങ്ങനെയാണ് വരിക, P1 എത്രയാ 5 H1 പ്ലസ് 6 H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടി, നമ്മൾ ബജറ്റ് ലൈൻ വരച്ചു. ഞാൻ വരച്ച അത്ര വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ വരച്ചത് നോക്കണ്ട, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിവിടെ അറിയാം, ഇവിടെ ഇങ്ങനെ നമുക്ക് പോയിന്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ബജറ്റ് ലൈനിലുള്ള എല്ലാ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്, ബജറ്റ് ലൈനിലുള്ള പോയിന്റുകളുടെ മൊത്തം പ്രത്യേകത എന്താ, ഈ പോയിന്റിൽ കൺസ്യൂമറുടെ ഇൻകം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ അയാളുടെ ഇൻകം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബജറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബജറ്റ് ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും കൺസ്യൂമർ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇൻകം മൊത്തമായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഞാനിവിടെ A എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടുന്നു, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഞാനിവിടെ ഒരു പോയിന്റ് ഇടുന്നത്, A എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് പുറത്ത് B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇട്ടു. അപ്പോൾ ഈ പോയിന്റുകളുടെ പ്രത്യേകത എന്താ, ഈ Bയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സുപ്പീരിയർ ബണ്ടിലാണ്. ഇത് കൺസ്യൂമറിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇല്ല. കാരണം എന്താണ്, കൺസ്യൂമറിൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബജറ്റ് ലൈനിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റ് പോയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകത എന്താ, ഇയാൾക്ക് അവിടെ ആ സാധനം വാങ്ങിക്കാനൊക്കെ പറ്റും, അത് ഇൻഫീരിയർ ബണ്ടിലാണ്. പക്ഷെ അയാൾ അവിടെ തൻ്റെ വരുമാനം പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നില്ല, ചെലവഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ, അതായത് ബജറ്റ് ലൈനിലുള്ള പോയിന്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, അവിടെ കൺസ്യൂമറിൻ്റെ വരുമാനം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ എളുപ്പമാണ്. സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈനൊക്കെ കാണാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. -P1/P2 ആണ് എൻ്റെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്, -P1/P2. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നത് ഡ്രോ ബജറ്റ് ലൈൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബജറ്റ് ലൈനിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ
ബജറ്റ് ലൈൻ കാണാനുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഭാഗം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബജറ്റ് ലൈൻ എന്താണെന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈനിൽ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങളാണ് ബജറ്റ് ലൈനിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബജറ്റ് ലൈനിൽ ചേഞ്ച് ഉണ്ടാവുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം കാരണം ബജറ്റ് ലൈനിന് ചേഞ്ച് ഉണ്ടാവും. രണ്ടാമത്തത് പ്രൈസിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ബജറ്റ് ലൈനിൽ എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണ് ബജറ്റ് ലൈനിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻകത്തിലെ ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻകം ഡിക്രീസ് ചെയ്യാനും ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ബജറ്റ് ലൈനിൽ ചേഞ്ച് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഇനീഷ്യൽ ബജറ്റ് ലൈന് പെട്ടെന്ന് കൺസ്യൂമറിൻ്റെ ഇൻകം കൂടി എന്ന് വിചാരിക്കുക. ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കൂടി എന്ന് വിചാരിക്കുക. ഇൻകം കൂടുമ്പോൾ അയാൾ സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ടിരിക്കുമോടാ? ഇല്ല, അയാൾ എന്ത് ചെയ്യും, പുതിയ സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കും. സോ ബജറ്റ് ലൈനിൽ ഒരു ഫോർവേഡ് ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബജറ്റ് ലൈൻ ഒരു വ്യക്തിയുടെ ഇൻകം കൂടുമ്പോൾ ബജറ്റ് ലൈൻ മുന്നിലേക്ക് ഫോർവേഡായിട്ട് ഷിഫ്റ്റ് ചെയ്യും, മുന്നിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് അയാൾ എന്ത് ചെയ്യും, എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇവിടെ P1 P2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന് പറയുന്നത് M'. ഇവിടെ ഇനീഷ്യൽ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമുക്ക് എന്താണ്, ഇൻകം കൂടുമ്പോൾ ഒരു വ്യക്തിയുടെ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും, മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഇൻകം കുറയുമ്പോൾ എന്താണ്, ബജറ്റ് ലൈൻ ഒരു വ്യക്തിയുടെ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും, ഫോർവേഡ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അയാൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പണ്ട് വാങ്ങിച്ചിരുന്ന അത്ര സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും, ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻകത്തിൻ്റെ കേസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൈസിൻ്റെ കേസാണ്. പ്രൈസ് ഏതെങ്കിലും ഒരു പ്രൈസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എച്ച്സിൻ്റെ, അതായത് കമ്മോഡിറ്റി എച്ച്സിൻ്റെ പ്രൈസ് കുറയാനും പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. പ്രൈസ് കുറയാനും കമ്മോഡിറ്റി എച്ച്സിൻ്റെ പ്രൈസ് കുറയാനും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് ഇനീഷ്യൽ ബജറ്റ് ലൈന്. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യാണ്, ഒരു സാധനത്തിൻ്റെ പ്രൈസ് കമ്മോഡിറ്റി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മോഡിറ്റി എച്ച്സിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞു എന്ന് വെച്ചാൽ എച്ച് കൂടുതൽ വാങ്ങിക്കൂലേടാ ആൾക്കാർ. പ്രൈസ് കുറഞ്ഞു എന്ന് വെച്ചാൽ ആ സാധനം കൂടുതൽ വാങ്ങിക്കത്തില്ലേ, കൂടുതൽ വാങ്ങിച്ചു. ഇനി പ്രൈസ് കൂടിക്കഴിഞ്ഞു വെച്ചാൽ എച്ച് എന്ത് ചെയ്യും, കുറച്ചേ വാങ്ങിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, കൺസ്യൂമേഴ്സിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റം ഉണ്ടാകുന്നില്ല, ബജറ്റ് ലൈനിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് മാറ്റം ഉണ്ടാകുന്നില്ല. പകരം ബജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഒന്ന് മുന്നിലേക്കും പോവും, ഒന്ന് ബാക്കിലേക്കും പോവും. ഓക്കെ, ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വൈയും നോക്കുക. വൈയുടെ പ്രത്യേകത ഇത് തന്നെയാണ്. എക്സിലൊരു മാറ്റം ഉണ്ടാവില്ല, വൈയിൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒരു കൊല്ലം ഇത് essay ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ്. കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം, എവിടെയാണ് കൺസ്യൂമർ സന്തുലിതാവസ്ഥയിലാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ എന്താണ് ബജറ്റ് ലൈനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എവിടെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാകുന്നത്, എവിടെയാണ്, വെൻ ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ ബജറ്റ് ലൈനും ഈക്വൽ ആകുന്ന പോയിൻ്റ് എവിടെയാണോ ആ പോയിൻ്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ എന്ന് പറയുന്ന പോയിൻ്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തെ കാണിക്കുന്നതാണ്. ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, ബജറ്റ് ലൈനും അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ടാൻജൻറ്റ് ടു ഈച്ച് അതർ ആകുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിൻ്റാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. വെൻ ഐ സി കർവ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദി ഐ സി കർവ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈനും ഐ സി കർവും ഈക്വൽ ആവുന്ന സാഹചര്യത്തിൽ അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കില്ലേ? എങ്ങനെ എഴുതുക? MRS/HY ഈക്വൽ ടു ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്ന -P1/P2 എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈനും സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവുമാണ് ഈക്വൽ ആവുകയാണ്. അപ്പോൾ രണ്ടും ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും ടാൻജൻ്റ് ആവുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിന്റിലാണ് കൺസ്യൂമർ എന്ത് ചെയ്യുക? ഇക്വലിബ്രിയത്തിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്. ഇതും കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക കേട്ടോ.